ഞാൻ പ്രിൻറ്റോ. അപ്പോൾ നമ്മളിത് വാഗമണിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ 80 റോവേഴ്സ് കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാമിലാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ എത്രാമത്തെ എപ്പിസോഡ്? ഒരു 4ാമത്തെ എപ്പിസോഡായിരിക്കട്ടെ. കാരണം 3 ദിവസം പ്രോഗ്രാമാണ്, രാവിലെ മുതൽ രാത്രി വരെ ഉള്ള പ്രോഗ്രാമാണ്. അപ്പോൾ ഇത് എത്ര എപ്പിസോഡാണെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ ആദ്യത്തെ എപ്പിസോഡ് മുതൽ കാണുക, ബാക്കിയുള്ള എപ്പിസോഡ് കാണാത്ത ആദ്യത്തെ എപ്പിസോഡ് മുതൽ കാണുക. അപ്പോൾ നമ്മൾ അടുത്ത ട്രാക്കിലേക്ക് പോവുകയാണ്. വണ്ടികളൊക്കെ റെഡിയായി ലൈനപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ വണ്ടിയിൽ റോൾ ഗേജ് കാര്യങ്ങളെല്ലാം സ്ട്രോങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെയുള്ള പർപ്പസിന് മാത്രം ഓടിക്കുന്ന വണ്ടിയാണ്. ബാക്കിൽ ഡിഫറൻഷ്യൽ ലാമ്പ്, ഡിഫറൻഷ്യൽ ലോക്ക് കൊടുത്തിട്ടുണ്ട്, മാനുവൽ ലോക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിവറൊക്കെ ഇവിടെ കാണാം നമുക്ക്. ഇത് വണ്ടി ഏതായിരുന്നു, മോഡൽ ഏതായിരുന്നു? ഇത് 2015 2015 DI. ആ, DIക്കകത്ത് പവർ സ്റ്റിയറിംഗ് കമ്പനി വരുന്നുണ്ടായിരുന്നു. 4 വീലർ ഞാൻ എടുത്ത സമയത്ത് 15 ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഫ്യൂ മന്ത്സ് കഴിഞ്ഞപ്പം കമ്പനി ഫിറ്റഡ് പവർ സ്റ്റിയറിംഗ് വെച്ച് വന്നു തുടങ്ങിയല്ലേ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഈ കാടിൻ്റെ ഉള്ളിലായതുകൊണ്ട് വെയിലിൻ്റെ ശല്യമില്ല. അല്ലെങ്കിൽ വാഗമണിലല്ല ഇപ്പം നല്ല ചൂടാണ്. തണലത്ത് നിന്ന് കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാം കേട്ടോ. വൈകുന്നേരം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൺ സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ തണുപ്പ് പെട്ടെന്ന് അങ്ങ് ക്ലൈമറ്റ് വെതർ അങ്ങ് ചേഞ്ച് ആവും. വണ്ടി ഇന്നലെ നമ്മൾ മരം ഒടിഞ്ഞിട്ട് കിടന്ന ട്രാക്കിൽ നമ്മൾ തിരിച്ചു പോയായിരുന്നു. അപ്പോൾ മരങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കാട്ടിലോട്ട് ഇറങ്ങാനായിട്ട് പോവുകയാണ്. ജാക്കേട്ടാ റെഡിയാണോ? എല്ലാം റെഡി. എന്താണ് വേണ്ടത് പറയൂ. പുതിയ ട്രാക്ക് ഇന്നലെ നമ്മൾ തിരിച്ചു പോയ ട്രാക്കിൽ ഇറങ്ങാൻ, പുതിയ ട്രാക്കിലിട്ട് നമ്മളെ പരീക്ഷിക്കാൻ റെഡ് വെരിയനും റെഡ് താറുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതെ, ട്രാക്കിലേക്ക് ഫസ്റ്റ് ഇറങ്ങി വരുന്നുണ്ട്. നമ്മുടെ മരങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് റോഡ് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് നിവിച്ചേട്ടനും അതിനു മുമ്പേ ചാടി ഓഫ് റോഡ് ഇറങ്ങി വരുന്നുണ്ടല്ലോ. അപ്പം നമ്മുടെ ട്രാക്കിൽ ഫസ്റ്റ് ട്രൈ ചെയ്യുന്നു. ഇന്നലെ ഇവിടെ കിടന്ന മരങ്ങളൊക്കെ വെട്ടി മാറ്റിയിട്ടുണ്ട്. വെയിലില്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര സമാധാനമുണ്ട് കേട്ടോ. ഇത്രയും മരങ്ങൾ വനം പോലെ നിൽക്കുന്നതുകൊണ്ട് കംഫോർട്ടബിളായിട്ട് ഇതിൻ്റെ അകത്തോടെ വീഡിയോ പിടിച്ച് നടക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ നല്ലൊരു സ്ട്രഗിൾ ചെയ്യുന്നൊരു പോയിൻ്റായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓഫ് റോഡിങ്ങിൽ മാനുവൽ വണ്ടിയിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവർ കുറവുള്ള വണ്ടി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റ്ലി ഓഫായി പോകും. നമ്മൾ ക്ലച്ച് താങ്ങിയെടുക്കുന്ന രീതിയിൽ. ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഇങ്ങനെ ഓഫ് ആവുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. കംഫർട്ടബിളായിട്ട് നമുക്ക് ഓടിച്ച് കയറാം. അപ്പോൾ ഫസ്റ്റ് ടൈം ഓടിക്കുന്ന ആൾക്ക് പ്രോപ്പറായിട്ട് ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. വണ്ടി എങ്ങനെ ഓടിക്കണം. മതി മതി മതി, ബാക്കിൽ മരം മരം.
ഔട്ടറിൽ കൂടെ കയറി പോകാൻ നോക്കണോ? ഞാൻ നോക്കട്ടെ. കല്ലിട്ടുകൊണ്ടിരിക്കുന്നു. അവിടെ കല്ലിട്ടൊന്ന് പൊങ്ങിക്കെങ്കിൽ ജിമ്മിയുടെ സെൻറ്റർ ഭാഗത്തിലാണ് ഇരിക്കുന്നത്. നബി ചേട്ടൻ വലിയ ഈ റോക്കിനോട് വിരോധമുള്ള ആളാണ്. അല്ല, നാരായണത്ത് ഭ്രാന്തൻ, അതാണ് ഉരുട്ടിക്കൊണ്ട് വരുന്നത്. ബാഹുബലി പൊക്കിക്കൊണ്ടല്ലേ പോകുന്നത്. ഇനി സിമ്പിൾ ട്രാക്ക് എന്ന് പറയുന്നില്ല. നമ്മൾ ജിമ്മിൽ കയറാനായിട്ട് ഇവിടെ കുറേ കല്ലിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം അവിടെ ഒരു കുഴിയായിരുന്നു. അപ്പോൾ സെൻറ്റർ കറക്റ്റായിട്ട് ഒന്ന് ഇടിച്ചവിടെ ലോക്ക് ആകുമായിരുന്നു. ഇപ്പോൾ കല്ലിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കയറി പോരുമോ എന്നുള്ളത്. ഇതിന് നിർത്തിയെടുക്കാൻ പറ്റും. വളക്കില്ല സ്ട്രൈറ്റ് ഇങ്ങനെ പോയിന്റ് വരും. കുഴപ്പമില്ല. ഇല്ല മാറ്റണോ? ഇല്ല, ആക്കി പറ്റില്ല. അകത്ത് ചെറിയൊരു കല്ല്. കുറച്ച് സിമെന്റിനോട് പറയുകയാണെങ്കിൽ ഇവിടെ റോഡാക്കാണ്. കുറച്ച് സിമെന്റ് ഇട്ട് കോൺക്രീറ്റ് ചെയ്യാനാ. വാവ്, പറന്ന് കൂളായിട്ട് കയറി പോയിട്ടുണ്ട്. ക്ലാസ്സിക്ക് തന്നെ ഇതൊരു വിഷയമല്ല. അങ്ങനെ റൈറ്റിലോട്ട് ഈ സൈഡിൽ നിന്ന് ചേട്ടാ കുറച്ച് ഗ്യാപ്പിട്ട്. ആ, ഈ വേര് ക്രോസ് ചെയ്തതിനു ശേഷം അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പൊറോട്ട നീ ആ മരത്തിലേക്ക് പോയില്ലേ, അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഓട്ടോമാറ്റിക് പവർ നിൽക്കുക, രക്ഷയില്ല കേട്ടോ. സാറ് കൂളായിട്ട് കയറി പോയിട്ടുണ്ട്.
ജീൻ ചേട്ടാ ഇതാരീ പറയണത്? ജീപ്പ് സ്റ്റക്കായിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ ജിപ്സി വെച്ച് വലിക്കാനാണ് പ്ലാൻ. ടയറൊന്ന് ഓപ്പോസിറ്റ് തിരിച്ചോ കേട്ടോ. ടയറേ ഓപ്പോസിറ്റ് തിരിച്ചു. ആ അത് തന്നെ അത് മതി. പയ്യെ റിവേഴ്സ് ഇട്ടോ. ആ മതി പതുക്കെ പൊറോട്ട ഇറക്കിയോ. ആ ഇവിടുന്ന് കയറില്ല. നിർത്തല്ലേ, പോരെ. നമ്മുടെ സൂപ്പർ ഹീറോ ജിതിൻ ചേട്ടനാണ് വരുന്നത് ജിപ്സിയിൽ. ജിതിൻ ചേട്ടൻ അല്ല ഓടിക്കുന്നത്. ജിതിൻ ചേട്ടൻ അല്ലാട്ടോ ഓടിച്ചത്. അടുത്ത് നമ്മുടെ ഫോർച്യൂണറാണ്. ഓപ്പൺ ഡിഫറൻഷ്യലാണ്. സ്ട്രഗിൾ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഫോർച്യൂണർ കൂളായിട്ട് കയറി പോട്ടോ. സ്ട്രഗിൾ ചെയ്യുന്ന പ്രതീക്ഷിച്ചെങ്കിലും കൂളായിട്ട് കയറി പോയി. അടുത്ത നമ്മുടെ റാംഗ്ലറാണ് ഇതിൽ ട്രൈ ചെയ്യാനായിട്ട് വരുന്നത്. റാംഗ്ലറിന് അതൊരു വഴിയായിട്ട് പോലും തോന്നുന്നില്ല. ഇത് റാംഗ്ലറിനെ അവമാനിക്കുന്ന പോലെയാണല്ലോ. ഓഫ് റോഡ് എന്ന് പറഞ്ഞു വന്നിട്ട് റോട്ടിൽ ഓടിക്കുന്ന പോലെ ആയിപ്പോയല്ലോ. റാംഗ്ലറിനെ അവമാനിക്കുന്നില്ല. റാംഗ്ലറിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ ട്രാക്ക് വെട്ടാൻ പോവുകയാണ്. അപ്പോൾ അത് നമ്മുടെ ലഞ്ച് ഇല്ല കുഴപ്പമില്ല. നമ്മുടെ ലഞ്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത ട്രാക്കിലേക്ക് പോകുന്നത്. അപ്പോൾ അടുത്ത ട്രാക്കിലെ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. ബൈ. എപ്പിസോഡ് ഇനി എണ്ണുന്നില്ല. ആംഗ്ലറിൻ്റെ ഒരു ഓഫ് റോഡ് ക്യാപ്പബിലിറ്റിനെ പറ്റി പറയുവാണെങ്കിലുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ലോ റേഞ്ചിലിട്ടിരിക്കുന്നത് സാധാരണ വണ്ടി, ഇപ്പോൾ നമ്മുടെ ഫോർച്യൂണർ, എൻഡവർ അല്ലെങ്കിൽ താറ്, ജിംനിയൊക്കെ ആണെങ്കിൽ നമ്മൾ ലോയിലിട്ട് കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനിൽ നിന്ന് കയറണമെങ്കിൽ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കണം. ഇതിന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ബ്രേക്ക് എന്ന് കണ്ടെത്താൽ മതി. മാനുവലിൽ ഇപ്പോൾ ഫസ്റ്റിലാണ് ഇട്ടിരിക്കുന്നത്. അത് പതിയെ ക്രോൾ ചെയ്താണ് പോകുന്നത്. ആക്സിലേറ്റർ കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ അതുപോലെ പാറ മുകളിൽ അതുപോലെ പയ്യെ നടന്ന് നമ്മൾ കയറുവാണ്. എൻ്റെ കാല് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എത്ര സ്ലോയിലാണ് ക്രോൾ ചെയ്ത് കയറുന്നതെന്ന് നോക്കി. സ്പീഡ് 0 അല്ലെങ്കിൽ 1, 2 എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മീറ്ററിലൊന്നും കാണിക്കുന്നില്ല.